ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങ എടുത്തത് കൊണ്ട് ഇത് ഫുള്ളായി തന്നെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. നിങ്ങളിപ്പോൾ വലിയ ചെറുനാരങ്ങയാണ് എടുക്കണമെങ്കിൽ പകുതി എടുത്താലും മതിയാവും. ഇതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളപ്പോൾ ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണേ. അതിനുവേണ്ടി ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഫെനൽ സീഡ്, അതായത് പെരിഞ്ജീരകം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓൾ ഗരം മസാല, അതായത് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഏലക്കായ, പിന്നെ വേണ്ടത് ഗ്രാമ്പൂ ആണ്. 3 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം വളരെ കുറവിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വേപ്പില ഒന്ന് വാടി വരുന്നത് വരയ്ക്കും ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇപ്പം നമ്മളുടെ വേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങുക. അതിനുവേണ്ടി ആ സെയിം പാൻ തന്നെ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ ഒപ്പം പച്ചമുളക്, ഒരു 5-6 പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ പച്ചമുളകായാലും എടുക്കാം. ഒന്ന് സ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഒന്ന് മൂത്ത് വരുവേ. ആ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് റെഡിഷ് കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളുടെ സവോളയൊക്കെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മല്ലി, അതുപോലെ ഉണക്കമുളക്, വേപ്പില, ഗരം മസാലയുടെ ഓൾ ഗരം മസാലയൊക്കെ, അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ഒരു 10-11 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. പൾസ് മോഡിൽ മാത്രം 1-2 തവണ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മാത്രം മതിയാകും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും നമ്മളുടെ സവോളയൊക്കെ ഒന്ന് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമേ. ഇപ്പോൾ നമ്മളുടെ സവോള ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതിയാകും. ചെറുതായിട്ട് ആ ഒരു കളർ ചേഞ്ച് വന്ന് തുടങ്ങുന്ന ഒരു പാകത്തിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ സവോളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ വശത്തേക്കും സവോളയും ഈ ചിക്കനും ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ വെക്കണേ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെയാണ് ഒരു പകുതി പോർഷൻ മാത്രം എടുത്തത് കേട്ടോ. കുഞ്ഞ് തക്കാളി ആണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുക്കാം. ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ഒരുപാട് പുളി ടേസ്റ്റ് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം തക്കാളി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തക്കാളിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കേ. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വെന്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതിൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ മസാലകളും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടിച്ചെടുത്ത മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ മിക്സ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ.
അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സോയാ സോസാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ സോയാ സോസ് ചേർക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ഒരു പ്രത്യേക കളറും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും കൂടെ കൊടുക്കുന്നത് ഈ സോയാ സോസ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണേ. ഞാനിപ്പോൾ ഇതൊന്ന് ലിഡ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ 1-2 തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കുക കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ് കേട്ടോ. നെയ്യ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നെയ്യും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ദാ ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളപ്പോൾ ദാ നമ്മൾ തയ്യാറാക്കിയെടുത്ത ചിക്കൻ റോസ്റ്റ് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത്രയും ഈസി ആയിട്ട് ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.